ലാപ്ടോപ്പിൽ ഈ സെറ്റിംഗ് ഓഫ് ആക്കിയില്ലെങ്കിൽ ഒരിക്കലും പെർഫോമൻസ് കൂടാൻ പോകുന്നില്ല. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ സിപിയുവിന്റെ കൂടെ തന്നെയുള്ള ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡും ഉണ്ട്. ഒപ്റ്റിമസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പവർ സേവിങ്ങിന് വേണ്ടി ഓട്ടോമാറ്റിക്കായി ഈ രണ്ട് ഗ്രാഫിക്സ് കാർഡ് തമ്മിൽ സ്വിച്ച് ചെയ്യും. ലാപ്ടോപ്പിൽ സിനിമ കാണുമ്പോഴും യൂട്യൂബ് യൂസ് ചെയ്യുമ്പോഴും എല്ലാം ഒപ്റ്റിമസ് വളരെ യൂസ്ഫുൾ ആണ്, കാരണം പവർ എഫിഷ്യൻസി ഇംപ്രൂവ് ആകും. എന്നാൽ ഗെയിം കളിക്കുന്ന ടൈമിൽ ഒപ്റ്റിമസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്, കാരണം ഗെയിമിംഗ് ടൈമിൽ നമ്മുടെ ലാപ്ടോപ്പിലുള്ള രണ്ട് ഗ്രാഫിക്സും ഒപ്റ്റിമസ് കാരണം ഹൈബ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷനിലേക്ക് എത്താതെ വരുന്നു. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഗെയിം കളിക്കുന്ന ടൈമിൽ ഹെവി ആയിട്ട് പണിയെടുക്കേണ്ട നമ്മുടെ RTX അല്ലെങ്കിൽ GTX ഗ്രാഫിക്സ് കാർഡ് അതിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതെ വരുന്നു. എന്നാൽ ഇവിടെയാണ് മക് സ്വിച്ച് വരുന്നത്. ഏത് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യണമെന്ന് മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് മക് സ്വിച്ച്. സോ നിങ്ങളുടെ സ്പെസിഫിക് ലാപ്ടോപ്പിൽ മക് സ്വിച്ച് അവൈലബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാപ്പിൽ മക് സ്വിച്ച് അവൈലബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് ഗെയിം കളിക്കുന്ന ടൈമിൽ നിങ്ങളുടെ RTX ഗ്രാഫിക്സ് കാർഡ് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. ഇനി മക് സ്വിച്ച് ഇനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ഒപ്റ്റിമൈസേഷൻ സോഫ്റ്റ്വെയർ ലൈക്ക് ലെനോവോയുടെ വാൻറ്റേജ്, അസ്യൂസിന്റെ ആർമറി ക്രേറ്റ് ഇവിടെ ചെന്നിട്ട് DGPU ഒൺലി മോഡ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് ഒൺലി മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളിക്കുമ്പോൾ പെർഫോമൻസിൽ തീർച്ചയായും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്.